നമസ്കാരം. സർ, ദിലീപിന്റെ വിഷയം വന്നതിന് ശേഷം ഒരുപാട് പേരുടെ ചോദ്യം, നിരവധി തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ 7 മുതൽ 11 വരെയുള്ള പ്രതികളെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾ ഒന്നടങ്കം ചോദിക്കുന്നത്. വലിയ വിമർശനങ്ങളൊക്കെ ഈ ജഡ്ജിക്കെതിരെ വരുന്നുണ്ട്. പലരും രംഗത്തിറങ്ങുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് സാർ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ധന്യജി, കോടതികളുടെ വ്യവഹാര രീതികളെ നമ്മളൊന്ന് മനസ്സിലാക്കി വിലയിരുത്തേണ്ടതുണ്ട്. പൊതുസമൂഹം ഇനിയെങ്കിലും അത് പഠിക്കേണ്ടതുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ എന്ന സിനിമയിൽ, JSK എന്ന സിനിമയിൽ സുരേഷ് ഗോപി വക്കീലായ മകളോട് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. കോടതിയിൽ തെളിവുകൾ മാത്രം പോരാ. തെളിവുകളാണ് കോടതി, സത്യമല്ല. ഇനി തെളിവുകൾ മാത്രം പോരാ, തെളിവുകളെ അവിടെ കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിക്കും ഓപ്പൺ കോർട്ടാണെങ്കിൽ ബാക്കിയുള്ളവർക്കും യുക്തിപരമാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. തെളിവുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, എടുക്കുന്ന തെളിവുകൾ കണക്ട് ചെയ്യാൻ പറ്റണം. വളരെ കൃത്യമായി പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവരിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്താലേ ഈ കേസ് വരികയുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എൻ്റെ നിരീക്ഷണം, ഞാൻ LLB കൂടി കഴിഞ്ഞിട്ടുള്ള ആളെന്നുള്ളത്, കോടതിയിലൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആളല്ല, എങ്കിലും എൻ്റെ ഒരു നിരീക്ഷണം, കാരണം എൻ്റെ സീനിയറായിട്ടുള്ള പല വക്കീലന്മാരോടും പല ജഡ്ജിമാരോടും റിട്ടയർ ആയവരോടും ഒക്കെ നിയമവിദഗ്ധരോടും ഒക്കെ പലപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള നിലയിൽ കോടതിയുടെ ഒരു വ്യവഹാരം കേൾക്കൽ രീതിയെക്കുറിച്ചുള്ള അതിൻ്റെ മനഃശാസ്ത്രം, കോടതിയുടെ മനഃശാസ്ത്രമാണ് ഞാനിനി പറയുന്നത്. ഒന്ന്, ഈ കേസിൽ ദിലീപിന് വേണ്ടി ഹാജരായിരിക്കുന്നത് കോളക്കുളം കേസും അഭയ കേസും അതുപോലെ തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസും അതിനേക്കാളൊക്കെ പ്രധാനം TP ചന്ദ്രശേഖരൻ കേസിലും വാദിച്ച ക്രിമിനൽ വക്കീലാണ്. 50 വർഷത്തോളം പ്രാക്ടീസ് ഉള്ള വക്കീലാണ്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ മാറ്റിവെച്ചാണ് അദ്ദേഹം കോടതിയിൽ പോയത്. കേസിന് വേണ്ടി മറ്റ് കേസുകളിൽ ജൂനിയേഴ്സിനെയാണ് അയക്കുന്നത്, ഇതിൽ അദ്ദേഹം നേരിട്ട് പോയി. മള്ളൂരാൻ വക്കീൽ എന്ന് പറയുന്ന പണ്ടൊരു വക്കീൽ ഉണ്ട വിഴുങ്ങിയ എന്ന് പറയുന്നത്, അത് കള്ളക്കഥയാണെങ്കിലും അങ്ങനെ ഒരു കഥയുണ്ട്. ഉണ്ട വിഴുങ്ങി പ്രതിയെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നത്. എന്തായാലും 1000 രൂപയും മള്ളൂരാനും ഉണ്ടെങ്കിൽ കേസ് ജയിക്കും. ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ആളൂർ എടുക്കുന്ന ക്രിമിനൽ കേസുകൾ ജയിക്കും. ഇങ്ങനെ ആളൂരാവട്ടെ മള്ളൂരാകട്ടെ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പറയുന്ന ഈ രാമൻ പിള്ളയെ പോലെ ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിമിനൽ വക്കീലുകൾ മുൻപ് ജയിച്ചിട്ടുള്ള കേസുകൾ, ക്രിമിനൽ കേസ്, വളരെ വിവാദമായ ക്രിമിനൽ കേസുകൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് കേൾക്കുന്ന അവരെക്കാൾ പ്രായം കുറവുള്ള ജഡ്ജി, എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന ജഡ്ജിക്ക് പ്രായം കുറവാണല്ലോ, പ്രായം കുറവുള്ള ജഡ്ജി വളരെ വളരെ സാഗൂതം ഇത് ശ്രദ്ധിക്കും. ഈ പറയുന്നതല്ലേ ശരി, ഈ പറയുന്നതല്ലേ ശരി, ഞാൻ അതല്ലേ ശരി എന്ന് പറഞ്ഞ് ശരിയുടെ അംശങ്ങൾ കൂടുതൽ രാമൻപിള്ള പറയുന്നതാണ് ശരികളിലേക്ക് എന്ന് പറയാനുള്ള ഒരു മനഃശാസ്ത്രപരമായ മനസ്സിന്റെ ചാഞ്ചാട്ടം ജൂനിയർ ജഡ്ജിയിൽ നിന്ന് ഉണ്ടാകും, ആരായാലും ഉണ്ടാകും. നമ്പർ 1. നമ്പർ 2, രാമൻപിള്ള വക്കീല് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വളരെ പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കൾ വന്നപ്പോൾ അവരെ പലരെയും രക്ഷിച്ചെടുക്കുന്നതിൽ രാമൻപിള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് പഴയ കഥയായതുകൊണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ രക്ഷിച്ചെടുത്തതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വശത്ത് രാമൻപിള്ളയെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീൽ, പേരുകൊണ്ടും ക്രിമിനൽ കേസുകൾ രക്ഷിച്ചെടുക്കുന്ന, അദ്ദേഹം വാദിച്ച് വിജയിച്ചെടുക്കുന്ന ഒരു വക്കീൽ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്ത് വരേണ്ട, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വരേണ്ട വക്കീലുകൾ വളരെ വിലപിടിപ്പുള്ള വളരെ വലിയ വക്കീലായിരിക്കണം. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലും വക്കീലിനെ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും. ക്രിമിനൽ വക്കീലിനെ ഇറക്കിയിരുന്നെങ്കിൽ ഇതിന്റെ കഥ മാറുമായിരുന്നുവെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത് അഡ്വക്കേറ്റ് TB മിനിയെ സംബന്ധിച്ചിടത്തോളം മിനി അങ്ങനെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലായർ അല്ല. അവർ എന്തിനാണ് ഈ കേസ് എടുത്തതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അതിലൊരു പ്രശ്നം ഞാൻ കാണുന്നത്, അതിജീവിതയുടെ ചുറ്റും ഒരുപാട് വിമൺ കളക്റ്റീവ് എന്ന് പറഞ്ഞും ആക്ടിവിസ്റ്റുകളും ഒക്കെ ഒന്നിച്ചു കൂടി. അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് കുറെ അധികം പണം സഹായിച്ചുകൊണ്ട്, ഈ അതിജീവിതയുടെ കയ്യിൽ പണമില്ലെങ്കിൽ പണം സഹായിച്ചുകൊണ്ട് ഏറ്റവും പ്രമുഖനായ വക്കീലിനെ വയ്ക്കണമായിരുന്നു.
ഇനി ലിബർട്ടി ബഷീറിനെ പോലെയുള്ളവർ പറഞ്ഞിരുന്നു, ആദ്യകാലത്ത് തന്നെ പറഞ്ഞത് എത്ര രൂപ വേണോ ചെലവാക്കാം, കാരണം ഇതിനകത്ത് സത്യം തെളിയണം. ഒരുപാട് സിനിമാ നടന്മാർ പറഞ്ഞിരുന്നു, ഫെഫ്ക അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു ദിലീപിനെ പുറത്താക്കിയതിനു ശേഷം ഇതിൽ സത്യം തെളിയട്ടെ. അപ്പോൾ ആ ഒരു സാധ്യത നമ്മുടെ അതിജീവിതയ്ക്ക് പ്രയോജനപ്പെടുത്താനോ അതിജീവിതയുടെ കൂടെ നിന്നവർക്ക് പ്രയോജനപ്പെടുത്താനോ കഴിഞ്ഞില്ല. അത് മറ്റൊരു വിഷയം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പൊ മിനിയോട് പിന്നെ ഈ പ്രോസിക്യൂഷൻ ഉള്ള സാഹചര്യത്തിൽ വാദിഭാഗം വക്കീലിന് ലിമിറ്റഡ് ആയിട്ടേ അവിടെ വാദിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പ്രതിയാക്കിപ്പെട്ട് കൊണ്ടുവരുന്ന ആളുകൾ നിരപരാധിയാണെങ്കിൽ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും അല്ലെങ്കിൽ 10,000 എത്രയോ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അപ്പൊ ദിലീപ് നിരപരാധിയാണെങ്കിൽ, 8ാം പ്രതിയായ നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും ഈ കേസ് ജഡ്ജി ഏത് ജഡ്ജിയാലും അങ്ങനെ കാണുള്ളൂ. കാരണം അദ്ദേഹം സെലിബ്രിറ്റിയാണ്, അദ്ദേഹം സമ്പന്നനാണ്, അദ്ദേഹം വലിയ സ്വാധീനമുള്ള ആളാണ്. അങ്ങനെ ഒരാളിന്റെ പുറത്തേക്ക് വരുന്ന കേസ് വളരെ കൃത്യമായി സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ജഡ്ജി, ഞാനായാലും നിങ്ങളായാലും ഈ ജഡ്ജി ആയാലും ആരായാലും ഓർഡർ ഇടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മിനി എന്ന് പറയുന്ന വാദിയുടെ വക്കീലിന് അവരോട് വല്ലതും ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചാൽ മാത്രമേ അവർക്ക് ചാൻസ് ഉള്ളൂ. ചോദിച്ചോ എന്ന് നമുക്കറിയില്ല, അവർ വല്ലത് പറഞ്ഞോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പറയണമെങ്കിലും ബോഡി ലാംഗ്വേജ് കണ്ണുരുട്ടി, ഞാൻ പറയുന്നത് ധന്യാജി മനസ്സിലാക്കിക്കോണം, സിനിമകളിലൊക്കെ കാണുന്ന പോലെ കണ്ണുരുട്ടി പോലും, അതായത് പ്രതിഭാഗത്തിന് വേണ്ടി വരുന്ന വക്കീൽ അല്ലെങ്കിൽ വാദിഭാഗത്തിന് വേണ്ടി വരുന്ന വക്കീൽ പ്രശസ്തനും പ്രഗത്ഭനുമാണെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് കണ്ണുരുട്ടി പല നമ്പറുകളും കാണിച്ചുകൊണ്ട് തന്നെ എതിർ വക്കീലിനെ തള്ളിയിടുന്ന എത്രയോ കേസുകളുണ്ട്. അതുകൊണ്ട് ഇത് കാര്യകാരണ സഹിതം നടക്കുന്ന ഒരു അനാലിസിസ് മാത്രമല്ല കോടതിയിൽ നടക്കുന്നത്, അതൊരു ഡിബേറ്റാണ് കോടതിയിൽ നടക്കുന്നത്. ഡിബേറ്റിൽ കള്ളം പറയുന്നവരും ജയിക്കും, സത്യസന്ധർ മാത്രമല്ല ഡിബേറ്റിൽ ജയിക്കുന്നത്. നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്നുണ്ട്, കള്ളം പറയുന്നവരും ജയിക്കും. ഏത് കള്ളത്തെയും സത്യമാക്കി പറഞ്ഞ് സമർത്ഥിക്കാനുള്ള ഒരു ആളിന്റെ കഴിവ്, അത് വക്കീലിന്റെ കഴിവാകട്ടെ വ്യക്തികളുടെ കഴിവാകട്ടെ, കഴിവും ഇത്തരം കേസുകളിൽ വളരെ പ്രധാനമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിജീവിതയ്ക്ക് വേണ്ടി വന്ന മിനി വക്കീലോ അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി വന്ന വക്കീലോ അത്ര പ്രഗത്ഭരൊന്നും ആയിരുന്നില്ല. അപ്പൊ മറുവശത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള വക്കീൽ തന്റെ കാലിന്റെ ഓപ്പറേഷൻ മാറ്റിവെച്ച് പോലും കോടതിയിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു റിസർവേഷൻ കൊടുക്കും. അത് സ്വാഭാവികമായി ഒരു പ്രൊഫഷണൽ കിട്ടുന്ന ഒരു റിസർവേഷൻ ഉണ്ട്. അതും ദിലീപിന് അനുകൂലമായി വന്നു എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞതുപോലെ തെളിവുകൾ പ്രോസിക്യൂഷൻ ഒരുപാട് വച്ചിട്ടുണ്ടെങ്കിലും അത് കണക്ട് ചെയ്യാൻ പലപ്പോഴും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട് കാണുമായിരിക്കാം. കാരണം അത് ഇനി 12-ാം തീയതിയാണ് ഇതിന്റെ വിധിയൊക്കെ സമ്പൂർണ്ണ പകർപ്പ് പുറത്ത് വന്നാലേ നമുക്ക് ബാക്കി പറയാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും ഇതാണ് ഇതിന്റെ ഞാൻ മറ്റാരും ചിന്തിക്കാത്ത രീതിയിലുള്ള എൻ്റെ ചിന്തയിൽ നിന്നും ഞാൻ കോടതികളുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചതുകൊണ്ട്, ഞാൻ കോടതി പോകുന്ന ആളല്ല, സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പല വിധികളും ജൂനിയർ ആയിട്ടുള്ള ജഡ്ജിമാരാണെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് ജനറൽമാരുമായിട്ടും സോളിസിറ്റർ ജനറൽമാരായിട്ടും പിന്നെ വളരെ പ്രധാനപ്പെട്ട സീനിയർ വക്കീലന്മാരോടും ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു സീനിയർ വക്കീലിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം വരുന്ന ഒരു കേസിന്റെ ഒരു കാര്യം ഒരു ജഡ്ജി വിളിച്ച് ഡിസ്കസ് ചെയ്യാൻ സമയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീനിയർ വക്കീൽ എന്നോട് പറഞ്ഞു, ഇപ്പൊ എന്നെ വിളിച്ചത് നാളത്തെ ഒരു കേസിന്റെ വരാനുള്ള ഒരു ജഡ്ജിയാണ്, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ നിങ്ങളൊക്കെ ഡിസ്കസ്, പിന്നെ തീർച്ചയായിട്ടും ലോ പോയിന്റ് എന്ന് പറഞ്ഞാൽ തെളിവുകളല്ല, ഇന്റർപ്രിട്ടേഷൻ ആണ്. എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ പോകുമോ അതിനനുസരിച്ചാണ്. അല്ലെങ്കിൽ ഇപ്പൊ ദിലീപും അടക്കം 8 പേര് അടക്കമുള്ള 10 പേര് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇപ്പൊ കള്ളനെ പിടിച്ചോണ്ട് പോകുമ്പോൾ മോശാവിനെ പിടിച്ചോ മുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമല്ലോ, കോടതി കൊണ്ടുപോയി അങ്ങ് ശിക്ഷ വിധിച്ചാൽ പോരെ. അങ്ങനെ പറ്റില്ല. 7 വർഷം നീണ്ട് 200 പേരെ ഇതിൽ വിചാരണ ചെയ്യേണ്ടിയൊക്കെ വന്നത് കൃത്യമായി ദിലീപിന്റെ അടുത്തേക്ക് പോയിന്റ് എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷന്റെ തെളിവുകൾ അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എത്തിക്കാൻ ഒന്നുകിൽ തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇനി കിട്ടിയ തെളിവുകളെ കണക്ട് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷന് പരാജയപ്പെട്ടേക്കാം. പക്ഷേ ഇത് മേൽക്കോടതിക്ക് മനസ്സിലായാൽ മേൽക്കോടതികൾ തീർച്ചയായിട്ടും അപ്പീലൊക്കെ അനുവദിക്കുകയും വേണമെങ്കിൽ പുനർ പരിശോധന, അതായത് വീണ്ടും
കേസ് പുനരായിട്ട് അന്വേഷിക്കാൻ വരെ ഓർഡർ ഇടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും എത്രയോ കേസുകൾ ഇവിടെ വന്നിട്ടുമുണ്ട്. സാർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സെഷൻസ് കോടതി ഇപ്പോൾ വെറുതെ വിട്ട പ്രതിയെ ഹൈക്കോടതിയിലെത്തുമ്പോൾ ഈ കേസ് റദ്ദ് ചെയ്തുകൊണ്ട് വീണ്ടും പുനർ അന്വേഷണം നടത്തി അതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സാധിക്കുമോ? അവിടെ ഒരു വലിയ നിയമ പ്രശ്നമുണ്ട്. അതായത് ഈ പൾസാർ സുനി കോടതിയിൽ പോയാൽ, പൾസാർ സുനി അടക്കം 6 പേര് ഇപ്പൊ വിധിക്കപ്പെട്ടല്ലോ, ശിക്ഷിക്കപ്പെട്ടല്ലോ, അല്ല ശിക്ഷയ്ക്ക് വിധിച്ചല്ലോ. അവർ പോയാൽ കിട്ടുന്ന പരിഗണന ആർക്ക് കിട്ടില്ല? വാദിക്ക് കിട്ടില്ല. കാരണം അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർ കേൾക്കുന്നത്, ഞാൻ എപ്പോഴും ആദ്യം മുതലേ പറയാണ്, പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്ന ഒരു ടോണിലാണ് ഇന്ത്യൻ ജുഡീഷ്യറി കിടക്കുന്നത്. അപ്പൊ വാദി പോയി കഴിഞ്ഞാൽ വാദിയുടെ കേസിൽ സോളിഡായ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അത് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. അവിടെ അപ്പർ ഹാൻഡ് എപ്പോഴും കിട്ടുന്നത് പ്രതിയായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ്. അത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. ഒരു കാര്യം കൂടി, അതായത് ഈ 8 പേർ, ഈ 6 പേർ ഇത് ചെയ്തിട്ട് ആ 6 പേർക്ക് എന്തുകൊണ്ട് 6 പേരെ നുണപരിശോധനയ്ക്കോ മറ്റു രീതിയിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കി, അല്ലെ ദിലീപിനെ തന്നെ നുണപരിശോധന പോലുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കി ഈ തെളിവുകളെ ലിങ്ക് ചെയ്യാൻ പര്യാപ്തമാകുന്ന തെളിവെടുക്കൽ രീതികൾ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളതുപോലുള്ള തെളിവെടുക്കൽ രീതികൾ നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് പ്രതികൾ മനസ്സ് തുറക്കാതിരുന്നാൽ, കൃത്യമായ സോളിഡ് പ്രൂഫുകൾ കിട്ടാതിരുന്നാൽ പല പ്രതികളും രക്ഷപ്പെട്ടു പോകും എന്നുള്ളതും നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു കാഴ്ചപ്പാടാണ്. വളരെ നന്ദി സാർ. താങ്ക് യു.